ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബായിട്ട് മാറണമെങ്കിൽ ഒരു കാര്യം മാത്രം ഒത്തു വന്നാൽ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ പാത്തിലേക്ക് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് വേണം, ദീർഘവീക്ഷണം വേണം, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് വേണം, നല്ല സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, യൂത്ത് ഡെവലപ്മെൻറ്റ് വേണം, നല്ലൊരു കോച്ചും നല്ലൊരു ടാക്ടിക്സും വേണം, ഫാൻസ് വേണം, വിന്നിങ് മെൻറ്റാലിറ്റി വേണം, വിന്നിങ് കൾച്ചർ വേണം. ഈ പറഞ്ഞ ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ ആ ലീഡർഷിപ്പിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നെത്തി നിൽക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്ലബ്ബ് ഒരു സക്സസ്സിലേക്ക് എത്തുന്നത്. നമ്മൾ പ്രധാന വിഷയത്തിലേക്ക് വരാം. ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞത്. 70 വർഷങ്ങൾക്ക് ശേഷം അവരുടേതായ ഒരു ഡൊമസ്റ്റിക് കിരീടം സ്വന്തമാക്കുന്ന ഒരു ലെവലിലേക്ക് വരുന്നു. അവർ അത്യന്തം സന്തോഷത്തോടു കൂടി അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 2-1 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി വെംബ്ലിയിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ആ ഒരു ട്രോഫി സ്വന്തമാക്കുന്നത്. ഈ 70 വർഷങ്ങൾക്ക് ശേഷം ന്യൂകാസിൽ യുണൈറ്റഡ് ഈ ട്രോഫിയിലേക്ക് എത്തി എന്നുള്ള ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ആരാധകരായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട ക്ലബിൻ്റെ ട്രോഫി സ്വപ്നം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാതെ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാകുക. ആസ് എ KBFC ഫാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു 11 വർഷത്തെ കാലയളവിൽ സ്നേഹിച്ച എത്ര ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു സ്വപ്നം നടക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. നമ്മളുടെ കാര്യമൊക്കെ എന്താണെന്നുള്ളത് അറിയത്തില്ല. നമുക്കും ആ ഒരു സ്വപ്നം നേടിയെടുത്തിട്ട് ഈ ഒരു ലോകത്തോട് വിട പറയാനാകുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ആരാധകരുടെ ആ ഒരു സന്തോഷം കാണുമ്പം, അവരുടെ ആ ഒരു ഇമോഷൻസ് കാണുമ്പം എനിക്ക് ആ ഒരു എമ്പതി ഫീൽ കിട്ടുന്നുണ്ട്. അലൻ ഷീററെ പോലത്തെ വിഖ്യാതനായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് ന്യൂകാസിൽ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹമൊക്കെ കളിച്ച കാലത്ത് പോലും ട്രോഫിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പല ഫൈനലുകൾ ഈ കാലയളവിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്വപ്ന കിരീടത്തിൽ മുത്തം വെക്കാൻ മാത്രം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2022-23 പോലും ഫൈനലിൽ വന്നിട്ട് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. ഇത്രയും ആരാധക പിന്തുണയുള്ള, ലെഗസിയുള്ള, കൾച്ചറുള്ള ആ ഒരു ക്ലബിന് ഒരു റൈറ്റ് ഡയറക്ഷനിൽ എത്താൻ ഒരു പ്രധാന ഫാക്ടറായത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടായി, ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു മാനേജ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, 2021 ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു ടേക്ക് ഓവർ, ഒരു സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. അതിനുശേഷം അവർക്ക് ഉറപ്പായിട്ടും വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് മുമ്പത്തെ സീസൺ വരെ നമുക്കറിയാം, അവർ വരുന്ന സമയത്ത് റെലഗേഷൻ ബാറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് തൊട്ടടുത്ത സീസൺ ടോപ്പ് 4-ലെത്തി UCL സ്പോട്ട് ഉറപ്പിക്കുന്ന സാഹചര്യം വന്നു. അതുപോലെ കർബാവ് കപ്പിൻ്റെ ഫൈനലിൽ അവർ കളിച്ചു. കഴിഞ്ഞ സീസൺ ആണെങ്കിൽ പോലും 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ 60 പോയിൻറ്റുകൾ പ്രീമിയർ ലീഗിൽ സ്വന്തമാക്കാൻ സാധിച്ചു. ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാലും ടോപ്പ് 4-ൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടീമുകളിൽ ഒന്ന് തന്നെയാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. അതിനോടൊപ്പമാണ് വർഷങ്ങൾക്ക് ശേഷം അവർ ഇതാ ഒരു ഡൊമസ്റ്റിക് കിരീടവും സ്വന്തമാക്കുന്നത്. ഫിനാൻഷ്യലി ഒരു നല്ല മാനേജ്മെൻറ്റിന് കിട്ടിയിട്ടും അവർ ചെയ്തൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗലാറ്റിക്കോ പ്രോജക്റ്റിലേക്കൊന്നും പോവുക എന്നുള്ളൊരു രീതി അല്ലായിരുന്നു. ഇപ്പോൾ എഡി ഹൗവിനെ പോലത്തെ ഒരു യങ് കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അത് ഒരു സക്സസ്ഫുൾ വേയിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഫുട്ബോൾ ആരാധകർ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കോച്ചിൻ്റെ സ്കൗട്ടിംഗ് പോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ചില പ്ലേയേഴ്സിന്. ഇപ്പം ട്രിപ്പിയറിനെ കൊണ്ടുവന്നു, ടൊനാലിയെ കൊണ്ടുവന്നു, അതുപോലെ ബ്രൂണോ ഗിമറസിനെ കൊണ്ടുവന്നു, മർഫിയെ കൊണ്ടുവന്നു, ഇസാക്കിനെ പോലത്തെ താരത്തെ കൊണ്ടുവന്നു. ഇവരൊക്കെ ആ ഒരു സക്സസ്ഫുൾ ലെവലിലേക്ക് ഒരു ക്ലബിനെ എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് ആൾസോ ദ മെൻറ്റാലിറ്റി അത് വേറെ ലെവൽ തന്നെയാണ്. ഇപ്പം ഫാൻസ് എത്രത്തോളം ആ ഒരു കൾച്ചർ കാണിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ളൊരു ക്ലബ്ബാണ്. അപ്പം അവർ കൊടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അതിന് എന്ന വണ്ണം പ്ലേയിങ് ഫോർ ബാഡ്ജ് എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി അവരും തിരിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഫലമാണ് അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗദി ടേക്ക് ഓവർ വന്നതിന് ശേഷം 3 വർഷങ്ങൾക്കിപ്പുറം ഒരു ട്രോഫി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഈ ഒരു മത്സരത്തിന് മുമ്പ് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു കുറച്ച് പ്രായം ചെന്നിട്ടുള്ളൊരു ആരാധകൻ വളരെ നെർവസ് ആയിട്ട് ഒരു ബൈറ്റ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ ട്രോഫിയിലോട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തൻ്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് ഒരു ട്രോഫി സ്വന്തമാക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പല ഫൈനലുകൾ തോറ്റത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നെർവസ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അവരൊക്കെ വളരെ അവരുടെ ഒരു ജീവിത സാഫല്യം നേടി എന്നുള്ള നിലയ്ക്കായിരിക്കും അവർ തിരിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എമ്പതി ഫീല് എനിക്ക് കിട്ടി. ഒരു 70 വർഷത്തെ കാലയളവിൽ ഇപ്പം ഇംഗ്ലണ്ടിലെ തന്നെ ടോപ്പ് ലെവലിൽ 30-ന് മുകളിൽ ക്ലബ്ബുകൾ ട്രോഫി സ്വന്തമാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ആരാധകർ അവിടെ കാത്തിരുന്നു. അവർക്ക് ആ കാത്തിരിപ്പിന് വിരാമമാകാൻ ഈ പറഞ്ഞ പോലെ ഒരു
ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. സൗദി ടേക്ക് ഓവർ സംഭവിച്ചു. ഇപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലെവലിലേക്ക് വന്നു. ഇപ്പം KBFCയുടെയൊക്കെ ഒരു സാഹചര്യം എടുക്കുമ്പോഴും നമ്മളിതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നുകിൽ ഇവർ എന്തെങ്കിലും പണിയെടുക്കണം, അല്ലെങ്കിൽ ഒരു ആ ഒരു ലെവലിൽ മുകളിൽ നിന്ന് താഴോട്ട് വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് വേണം. അതിപ്പോൾ മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്യുന്ന പോലെ സ്പെൻഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ താഴെ ഉണ്ടല്ലോ ചില ക്ലബ്ബുകൾ, നമ്മളും അതിനും താഴെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ തട്ടിമുട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു മോട്ടിവേഷനാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് പറയും, കണ്ട ആ ഫാൻസ് 70 വർഷം കാത്തിരുന്നു എന്നുള്ളത്, അത് വെറും ന്യായമാണ്. കാരണം പുതിയ സൗദി ടേക്ക് ഓവർ വന്നു, അവർ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് തന്നെ ക്ലബിനെ സക്സസ്സിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അത് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗിൽ ISL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലബ്ബുകളും ഇതിനോടകം തന്നെ ട്രോഫി അടിച്ചിട്ടുണ്ട് പല രീതിയിൽ, ഡ്യൂറൻ കപ്പും സൂപ്പർ കപ്പും. അപ്പം നമുക്കിപ്പോഴും എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത്രയും ഫാൻസ് ഉള്ള ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഫാൻസൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. എന്നാണെങ്കിൽ ന്യൂകാസിലിൻ്റെ കാര്യം കണ്ട സമയത്ത് എനിക്ക് ഈ ഒരു വിഷയം ഇതുമായിട്ടൊക്കെ തട്ടിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസിന് സൈനിങ് ഓഫ്.